മോർണിംഗ് ഫ്രണ്ട്സ്, ഇന്ന് ഞായറാഴ്ച, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാനിന്നൊരു ചെറിയ ബ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഗുരുവായൂരിൽ നിന്നും വടക്കാഞ്ചേരിക്കടുത്താണ് ഈ പ്രദേശം. ചെറുചക്കിച്ചോല എന്ന് പറയും. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ആണ് ഇത് സജസ്റ്റ് ചെയ്ത്. അപ്പോൾ എന്തായാലും ഒന്ന് പോയി കണ്ടിട്ട് ബാക്കിയുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ നേരിട്ട് കാണിച്ചു തരാം. 0 കിലോമീറ്ററിലാക്കിയിട്ടുണ്ട്. നമുക്ക് എത്ര കിലോമീറ്റർ അങ്ങോട്ട് ഉണ്ടാവുമെന്ന് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഞാൻ പുറപ്പെടുന്നത് ഗുരുവായൂരിനടുത്ത് താമരയൂരിൽ നിന്നാണ്. സുബിന് യാത്ര ഇഷ്ടമാണല്ലേ? പറയണ്ട, അവിടെ തന്നെ ഇത് സ്ഥിരം പരിപാടിയായിരുന്നു യാത്ര എന്ന് പറഞ്ഞാല്. വന്നിട്ട് എന്താ പേര്? ഗുരുവായൂർ. ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ. ഗുരുവായൂർ എവിടെ? അമ്പലത്തിനായിട്ട് തന്നെ. തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിക്കടുത്തുള്ള എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ചിറ്റണ്ട പൂങ്ങോട് വനത്തിലൂടെ ഒഴുകുന്ന അരുവിയാണ് ചെറുചക്കിച്ചോല. അധികമാർക്കും അറിയാതെ പ്രകൃതി ഒളിപ്പിച്ചു വച്ചിട്ടുള്ള അനേകം അത്ഭുതങ്ങളിലൊന്നാണ് സുന്ദരമായ ഈ പ്രദേശം. ഇപ്പോൾ വാമൊഴിയായി പടർന്ന് ചെറുചക്കിയുടെ മനോഹാരിത കാണാനായി സഞ്ചാരികൾ പതിയെ പതിയെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അതിലെ ഇത് നമ്മളിപ്പോൾ സാധനം ബ്ലോക്കാണ് ഈ സ്ഥലം മെയിനായിട്ടുള്ളത്. അപ്പൊ നമുക്കിനി തിരിച്ചു പോയിട്ട് വേറെ ഒരു വഴി ഉണ്ടാ നോക്കാം. സുബിൻ എന്താ പറയണേ അല്ലേ? സുബിനെ, അപ്പോൾ ഇതാണ് നമ്മുടെ വഴിയിലെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു മെയിൻ ഗേറ്റ് നമ്മൾ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ബ്ലോക്കാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് സുബിൻ പറഞ്ഞ് ഇതിലൊരു ഇടവഴി ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ആ ഒരു ഊടുവഴിയിൽ കൂടി നമ്മൾ ഈ സ്ഥലത്തേക്ക് എത്താനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ നമുക്ക് യാത്ര പോയല്ലേ? ഓക്കെ. ഈ ചെറുചക്കിച്ചോലയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള 2 വഴികളുണ്ട്. ഒന്ന് ഈ നേരെ കാണുന്ന വഴികളാണ്. പിന്നെ ഇതിൽ നേരെ ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലും പോവാം. അപ്പോൾ നമുക്ക് നേരെയുള്ള വഴിയിൽ കൂടി നമുക്ക് പോയി നോക്കാം. ഇതിൽ നമുക്ക് വഴിയുണ്ടല്ലേ സുബിനെ? അപ്പോൾ എന്തായാലും സുബിനാണ് നമ്മളെ യാത്ര നമ്മൾ നയിക്കുന്നത്. നമ്മുടെ നേതാവാണ്. ഈ ചോലയിലേക്ക് പോകുന്ന വഴിയിൽ ധാരാളം മരങ്ങൾ കാണാം. മൺസൂൺ കാലത്താണ് ചെറുചക്കിച്ചോല നിറഞ്ഞൊഴുകി കൂടുതൽ മനോഹാരിതയാകുന്നത്. ഈ സമയത്ത് പലരും പറഞ്ഞു കേട്ട് വിദേശ സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. തൃശ്ശൂർ ടൗണിൽ നിന്ന് 23 കിലോമീറ്റർ ദൂരെയാണ് ഈ ചെറുചക്കിച്ചോല. ഈ ചോലയിലെത്താൻ 1 കിലോമീറ്ററോളം കാടിനുള്ളിലൂടെ നമ്മൾ നടക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ കുറച്ച് അധികം നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഏകദേശം ഒരു പകുതി ദൂരം പോലും എത്തിയിട്ടില്ല. അപ്പോൾ തന്നെ കിതപ്പ് തുടങ്ങി. അപ്പോൾ ഒരു 2 മിനിറ്റ് നമ്മളിവിടെ ഒന്ന് നിൽക്കാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ ഇത്രയും ഈ കണ്ടില്ലേ നിങ്ങൾ, കാട് പോലെ തന്നെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വനപ്രദേശമായിരുന്നു തോന്നുന്നുണ്ട്. ഇനി അതിൻ്റെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാറിനോടൊക്കെ എന്താണെന്നുള്ളത്.
ഇത് വല്ലാത്തൊരു വഴിയാണ് കേട്ടാ, ദുർഘടം പിടിച്ച വഴികളാണ്. ചെറിയ ചെറിയ പാറകളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു കാലത്ത് ചിലപ്പോൾ വലിയ പാറയും അതേപോലെ തന്നെ കാടും എല്ലാം കൂടിയിട്ട് കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമായിരിക്കും. നല്ല കിതപ്പുണ്ട്, ഇപ്പോൾ കിതപ്പ് തുടങ്ങിയിട്ടുണ്ട്, അത്യാവശ്യം കയറിയിട്ടുണ്ട്, ഇനി കുറച്ചുകൂടി എത്താനുണ്ട് അല്ലേ? കുറച്ചുകൂടി ഉണ്ട് അല്ലേ? എന്തായാലും സുബിൻ വളരെയധികം താങ്ക്സ് ഇങ്ങനൊരു സ്ഥലം കണ്ടെത്തി നമ്മളോട് സജസ്റ്റ് ചെയ്തതിന്. ഈ ഒരു പാറപ്പുറത്ത് നിന്നിട്ട് അങ്ങോട്ടുള്ള ദൃശ്യം അതിനും കൂടി കണ്ടിട്ടുണ്ടായിരിക്കും തോന്നുന്നു. എന്തൊരു ദൃശ്യം തരാം. ഇത് ഇപ്പോൾ കാണുന്നൊരു സമയമാണ്, ഇപ്പോൾ ഏകദേശം ഉച്ച ഒരു 1:30-2 മണി ആവുന്നുള്ളൂ. ഇത് വൈകിട്ടായി കഴിഞ്ഞാൽ ഈ പ്രദേശം കാണാൻ എന്തൊരു അതിമനോഹരമായിരിക്കും. ഇത് നിങ്ങളെല്ലാവരും ഇവിടെ സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണിത്. ഇനി മാക്സിമം ഇനി ഇവിടെ കുറച്ചും കൂടി ദൂരമുണ്ട്. മെയിനായിട്ടുള്ള ആ ഒരു ചെറുചക്കിച്ചോല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടേക്ക് എത്തിയിട്ടില്ല. അതിൻ്റെ വഴിയിലുള്ള കുറേ സ്ഥലങ്ങളാണ് ഇപ്പോൾ ഇത്. കാടും പാറക്കെട്ടുകളൊക്കെ ചുറ്റുപാടുണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടുള്ള യാത്രയിലാണ്. ഇനിയും ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ സുഹൃത്ത് അതുലാണ്. അപ്പോൾ ഞങ്ങൾ ഒരു രക്ഷയില്ല, ആർക്കും ഇനി ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ കുറച്ച് നേരം തണൽ കിട്ടിയപ്പോൾ അവിടെ ഞങ്ങൾ ഒന്ന് വിശ്രമിക്കുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ടാവാം യാത്ര. ചെറുചക്കി വാട്ടർഫോൾ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിന് പിന്നിൽ ഒരു കഥയുണ്ടെന്ന്. ആ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പണ്ട് ഈ പ്രദേശങ്ങളെല്ലാം ഘോരവനമായിരുന്നു. ഇവിടം ഭരിച്ചിരുന്നത് ഒരു കാട്ടുമൂപ്പനായിരുന്നത്രേ. ഏറെ നാൾ മക്കളില്ലാതെ കഴിച്ചുകൂട്ടിയ മൂപ്പന് എപ്പോഴും ഈ കാരണം കൊണ്ട് ഏറെ ദുഃഖിതനായിരുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുന്നൊരു ദിനത്തിൽ വനദേവത പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് അനുഗ്രഹം നൽകി. അങ്ങനെ പിറന്ന കുഞ്ഞാണ് ചെറുചക്കി. വളർന്നു വലുതായ ചക്കി അതീവ സുന്ദരിയായിരുന്നു. എന്നാൽ ചക്കിയെ മൂപ്പൻ എവിടെയും പറഞ്ഞുവിടില്ലായിരുന്നു. അങ്ങനെ ചക്കി മുതിർന്ന ശേഷം പുറത്തു പോകാൻ പലപ്പോഴായി ആഗ്രഹം പ്രകടിക്കുമത്രേ. എന്നാൽ നീ കാടിന് പുറത്തു പോയാൽ ഈ കാട് നശിക്കുമെന്ന് വനദേവത മൂപ്പനോട് പറഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് കാട് നശിക്കാതിരിക്കാൻ നീ പുറത്തു പോകാൻ പാടില്ല എന്ന നിർദ്ദേശം മകളോട് പറഞ്ഞു. എന്നാൽ ഒരു ദിവസം ചെറുചക്കി എന്തു വന്നാലും വേണ്ടില്ല, ഞാൻ പുറത്തു പോകും എന്ന് പറഞ്ഞ് ഷടിക്കുകയും എനിക്ക് പുറം ലോകം കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് പുറത്തു പോകാൻ തന്നെ ഒരുങ്ങി. എന്നാൽ പുറത്തു പോകാൻ ഒരുങ്ങിയ ചക്കിയെ മൂപ്പൻ കാട്ടിൽ കെട്ടിയിട്ടു. അങ്ങനെ വിഷമിച്ചു കരഞ്ഞ് ചക്കിയുടെ കണ്ണീരാണത്രേ ചെറുചക്കിച്ചോലയായി ഇപ്പോൾ ഈ ഒഴുകുന്ന നാം കാണുന്ന ഈ ചെറുചക്കിച്ചോല. ഈ പ്രദേശത്ത് ഏകദേശം 7ഓളം ചെറുതും വലുതുമായ വെള്ളച്ചാട്ടങ്ങളുണ്ട്. അരുവികളും വെള്ളച്ചാട്ടവും ചെക്ക് ഡാമും തട്ടുമടയും നരിമടയും വാച്ച് ടവറും ഉൾപ്പെടുത്തിയിട്ടുള്ള ഇക്കോ അഡ്വഞ്ചർ ടൂറിസം പദ്ധതി ഈ പ്രദേശത്ത് നടപ്പിലാക്കാൻ സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ പദ്ധതിയുണ്ടത്രേ. അതോടെ ഇവിടേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതേപോലെയുള്ള നമ്മളറിയാത്ത ഒരുപാട് പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. നമ്മളത് കണ്ടെത്തണം. നിങ്ങളങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണേ. തീർച്ചയായും എൻ്റെ അടുത്ത സന്ദർശനം അവിടെയായിരിക്കും. അപ്പോൾ ഹായ് ഗൈസ്, നിങ്ങളുടെ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഈ നമ്മൾ ചെറുചക്കിച്ചോല കാണാൻ പോയതിന് ശേഷം അത് നമുക്ക് മുഴുവനായിട്ട് ആ പ്രകൃതി ഭംഗി നമ്മുടെ പ്രേക്ഷകർക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയില്ല. കാരണം അപ്പോഴത്തേക്കും ഫോറസ്റ്റ് ഓഫീസർമാർ വന്ന് അവിടെ നിന്ന് നമ്മളോട് പോകാൻ പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ഉള്ള സമയം കൊണ്ട് നമ്മൾ കാണാൻ പറ്റുന്നതൊക്കെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്, പകർത്തിയിട്ടുണ്ട്.
അപ്പോൾ അത് കാണിക്കാം. ഇനി വേറൊരു ദിവസം ഈ പെർമിഷനൊക്കെ എടുത്തതിന് ശേഷം അവിടെ പോയി അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും വീഡിയോ ചിത്രീകരിച്ചതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിന്ന് ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഓക്കെ, ബൈ.